അപ്പൊ ഒരു പ്രാവശ്യം കുത്തുബീത്ത് ചൊല്ലിയാലോ അൽഫം ബിഖൽവതിഹി 4000 അപ്പൊ ഒരു കുത്തുബീത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുസ്സമാൻ കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ ഖമറുലുലമാ കാന്തപുരം ഉസ്താദ് 4000 കട്ടിയുള്ള കാഫിർ തന്നെ. ബഹുമാനപ്പെട്ട കൊടപ്പരക്കൽ തറവാട്ടിലെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ബീശിയാബ് നിങ്ങൾ 4000 കാഫിർ തന്നെ. ബഹുമാന്യരായ പേരോട് ഉസ്താദ് കാഫിർ തന്നെ, നെല്ലിക്കുത്ത് ഉസ്താദ് കാഫിർ തന്നെ, പൊന്മള ഉസ്താദ് കാഫിർ തന്നെ. എല്ലാവരും 4000 വട്ടമുള്ള കാഫിർ തന്നെ. ഒക്കെ മുശ്രിക്ക, മതത്തിന് പുറത്താ. ഇതാണ് ഇവിടുത്തെ മുജാഹിദിന്റെ വാദം. കണ്ടോ? മതത്തിന് പുറത്താ, ഇതാണ് മുജാഹിദിന്റെ വാദം. കണ്ടോ? നിങ്ങനെ അവർക്ക് ആളുകളെ പ്രകോപിപ്പിക്കുകയാണ്. മുസ്ലിയാർ എന്തിനാ ബേജാറാകുന്നത്? എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കി തരുമ്പോ അവര് കാഫിറോട്, ഇവര് കാഫിറാണ്, മറ്റവര് കാഫിറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാഫിറാക്ക. എന്തിനാ നിങ്ങളത് പറയണത്? ഞങ്ങൾക്ക് അറിയാം. കാരണം ഇവിടെ ശരിക്കും ഈക്കക്കാര് കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ കുടപ്പനക്കൽ തറവാട്ടിലെ പണക്കാട് ചെയ്ത് ശിഹാബ് തങ്ങൾ കാഫിറാൻ എന്നൊക്കെ പറയുമ്പോ എന്താ സ്നേഹം, എന്താ പരിശം? നിങ്ങളുടെ രോഗം ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാ ഇവിടെ പരിപാടി വെച്ചെന്ന് അറിയാം, എന്തിനാ ഇങ്ങോട്ട് കയറിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആ രോഗം അറിയാം, അസിലറിയാം. അതുകൊണ്ട് പിരിശം വല്ലാതെ കാണിക്കണ്ട. എന്താ ഈ പിരിശം അപ്പുറത്ത് പ്രസംഗിക്കുമ്പോൾ കാണിക്കൂലല്ലോ. ഈ പിരിശം കൊടപ്പണക്കൽ തറവാട്ടിലെ ശിഹാബ് തങ്ങളോടുള്ള പിരിശം അപ്പുറത്തില്ലല്ലോ. അപ്പുറത്ത് പ്രസംഗിച്ചവ പറഞ്ഞെന്താ? വേറൊരു സക്കാഫി, വഹാബ് സക്കാഫിയുടെ കൂട്ടുകാരനാ, തോഴനോ ഇഷ്ടതോഴൻ. വേറെ വഹാബ് സക്കാഫി ഉണ്ട്. ആ വഹാബ് സക്കാഫി പ്രസംഗിക്കാണ് പാണക്കാട് ഞങ്ങളെ പറ്റി. കേട്ടോളൂ. കൊള്ളുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ. ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ചെല്ല ശിഹാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞിട്ടിക്കണികള് കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ, പത്മജ താത്താന്റെ കയ്യുമേ. ആ റസൂലുള്ളാഹിന്റെ ബൈഅത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള് തൊട്ടില്ല. അങ്ങനെ നമ്മൾ പറയണ്ട. ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമില്ല, അതേ സമയത്ത് പറയിപ്പിക്കരുത്. കണ്ടോ? പിരിശം കൊടപ്പരക്കൽ തറവാട്ടിലെ ആ പാണക്കാട് തങ്ങൾ എന്തേ പരിശീലല്ലേ? അവിടെ പിരിച്ചൊന്നില്ലേ? ഇവിടെ വന്നിട്ട് കൊടപ്പരക്കൽ തറവാട്ടിലെ പാണക്കാട് തങ്ങൾ കാഫിറോൺ. ഇതാണ് മുജാഹിദീങ്ങളുടെ വാദം. അവിടെ എന്താ പറഞ്ഞത്? തൊട്ടില്ല എന്ന് പറയേണ്ടത്. പിന്നെന്തിനാ പറഞ്ഞത്? തൊട്ടില്ല എന്ന് പറയണ്ട. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. ഇതിപ്പോ പത്മജയാണെങ്കിൽ അടുത്ത തുളസിയുടെ കേസ് പറയുന്നു. കേട്ടോളൂ. എന്നാ ഒരു വട്ടം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം? ഒരു വട്ടം ഉണ്ടാകുമ്പോ അത് നിർത്തണ്ടേ? ഇല്ല, 2ാം വട്ടം തുളസി. ഒറ്റപ്പാല ഇലക്ഷനിൽ മത്സരിക്കാൻ ബർക്കത്തും തേടി വന്നതാ തുളസി. നേരത്തെ പത്മജന്റെ കൈമല കൈവച്ച മുസാഫത്ത്, ഇപ്പൊ തലയിലാണ്. സഹോദരന്മാരെ നോക്കണം, ഞങ്ങൾ ഇതിന് തങ്ങന്മാരെ കുറ്റം പറയണില്ല. സയ്യിദുമാരെടുത്ത് അബദ്ധം വന്നാൽ വരാം, മനുഷ്യനാണ്. പക്ഷേ കൂടെയുള്ള മൂല്യമാർക്ക് എന്താ പണി? ഓര് AP സുന്യാള വേദിക്ക് തങ്ങന്മാരും രാഷ്ട്രീയക്കാരും വരുന്നുണ്ടോന്നാ. അപ്പൊ തങ്ങന്മാരിത് കാട്ടണപ്പോ നമ്മളെ ഇസാക്കുരിക്കളൊന്നായിട്ട് എന്തായി? തലമൊന്നും വിട്ട് കണ്ടങ്ങള്. ഇതിപ്പോ എവിടെയാന്ന് നമുക്ക് മൈക്കന്റെ മുമ്പിൽ പറയാൻ പറ്റൂല. ഇങ്ങോട്ട് നോക്കിന്ന് കൂടെ ഈ കൈ പോയിക്കണെന്ന് പറയുന്നത് ഈ സമുദായത്തെ ഇങ്ങനെ ചെയ്യിപ്പിക്കണത് ആരാ? കണ്ടോ? എന്നിട്ട് നമ്മുടെയൊക്കെ വന്നിട്ട് ഏത് കാഫിറോൺ, മറ്റേ തങ്ങള് കാഫിറോൺ, അവര് കാഫിറോൺ, ഇവര് കാഫിറോൺ എന്നാണ് നമ്മുടെ വാദം. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തായി പറഞ്ഞത്? മുസ്ലിയാർ ഇപ്പൊ എന്താ പ്രസംഗിച്ചത്? പാണക്കാട് ശിഹാബ് തങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? തുളസിയുടെ തലയിൽ കൈവച്ചു എന്നാ, പത്മജയുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് സാധാരണ മലയാളത്തിൽ പറയല്? ഞാൻ പറയുന്നില്ല.